ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്ക് എങ്ങനെ നമുക്ക് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നമുക്ക് റെഡിമെയ്ഡ് നെക്കൊക്കെ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അല്ലെ നമ്മൾ നെറ്റിൽ നിന്ന് തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നെറ്റി തുണി കൊണ്ട് നമ്മളൊരു ബോർഡാക്കിയിട്ട് വെച്ചിട്ട് അതിന് നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കട്ടോ. ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ നെറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള തുണി കൊണ്ട് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ച് തന്നിരുന്നു. നമ്മളെ ആം ഹോള് കർവൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോസ് ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ, 17 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് നമ്മളെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്താലും ബാക്കി 17 ഇഞ്ചോളം നമുക്ക് നമ്മൾ സ്ലീവിന് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന തുണിയാണ് ഇപ്പോൾ ഈ കാണുന്ന തുണികൾ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും വേണം നമുക്ക് നെക്ക് ഫ്രണ്ടും ബാക്കൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ നെക്കിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത് 2.25 അപ്പോൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ നമുക്ക് 3 ഇഞ്ചിലാണ് നമ്മളെ നെക്കിൻ്റെ വീതി കിട്ടുക. 1/4 ഇഞ്ച് നമുക്ക് കുറച്ചിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ വീതി എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പം പിന്നെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ചോ 5.5 ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെയും നമുക്ക് 2.25 ഇഞ്ച് വീതി ഉണ്ടോ നോക്കുക. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചതുരാക്കിയിട്ടൊരു ബോക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 ഇഞ്ച് ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് മാറ്റി കൊടുക്കുക. നമ്മളിത് ഒന്ന് റൗണ്ടായിട്ടൊന്ന് കർവ് ചെയ്യാം. ഇനി കർവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇതുപോലെ 1 ഇഞ്ചൊന്ന് സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് നെക്ക് കൊടുക്കുക. പിന്നെ ഫ്രണ്ട് നെക്കിന് ഞാനിതാ താഴെ ഭാഗത്തു നിന്നും 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊന്ന് ചരിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാണ്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ അധികം നെറ്റിയും ഇതുപോലുള്ളൊരു ഷേപ്പിലാണ് നമുക്ക് നെക്ക് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നെക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുക. നമുക്ക് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യണം, പിന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഇനി നമ്മൾ നെക്കിന് ഫ്രണ്ട് ഭാഗത്ത് ബോർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഈ ഒരു പീസിൻ്റെ അറ്റം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യണം. ആ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം കൂടി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇതിമെന്ന് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന്മേ ഈ ഒരു തുണിയിൽ നമ്മളെ നെക്കിൻ്റെ ഈ ഒരു ആകൃതി വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മൾ ബോർഡാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്ക് മാത്രം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ നെക്കിൻ്റെ വീതി നിന്നും ബോർഡായിട്ട് കൊടുക്കാനുള്ള വീതി നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് കൊടുത്താൽ നമുക്ക് ഇവിടെ 1.5 ഇഞ്ച് വീതിയാണ് കിട്ടുക. കാരണം 1/4 ഇഞ്ച് നെക്കിനും പോകും. പിന്നെ നമുക്ക് സൈഡ് മടക്കി തയ്ക്കാനും വേണ്ടി പോകും. പിന്നെ നമുക്ക് ഏത് ആകൃതിയിലാണോ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ചതുരമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കോണാക്കിയിട്ടോ എങ്ങനെയാണ് നമുക്ക് ബോർഡാക്കിയിട്ട് വേണ്ടത് വെച്ചാൽ ആ ഒരു ബോർഡിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ റൗണ്ട് നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്താൽ അങ്ങനെയും ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്കാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു നെക്കാണ് ഇതിൽ വരച്ചെടുക്കുന്നത്. ഇതുപോലൊരു ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ വരച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആ നെക്കിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രോസ് പീസ് കൊണ്ട് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സ്വന്തമായിട്ട് എങ്ങനെയാണ് പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണും കേട്ടോ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് തുണി വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത ഈ ഒരു നെക്ക് ബോർഡ് ഈ ഒരു ആകൃതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ബോർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ തുണി വെച്ചിട്ട് നമ്മൾ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ബോർഡ് ഭാഗത്തിൻ്റെ അരികു വശമൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചീത്ത വശത്തേക്ക് ഒരു 1/4 ഇഞ്ച് നമ്മൾ 1/4 ഇഞ്ചിലാണ് നമ്മൾ തയ്ക്കാനുള്ള തുണി വിട്ട് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ഈ ഒരു 1/4 ഇഞ്ച് വീതിക്ക് തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ഈ കോൺ ഭാഗമൊക്കെ കോണായിട്ട് തന്നെ മടക്കി കൊടുക്കുക. അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും തന്നെ ആ ഒരു കോൺ ഭാഗം കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ലേസ് വെച്ച് കൊടുക്കുകയാണെങ്കിലും നമ്മൾ സ്വയം പൈപ്പിംഗ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോണൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഈ 4 മൂലയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വീതി എത്രയാണോ ഉണ്ടെങ്കിൽ ഈ ഒരു തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച് വീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ 2.25 ഇഞ്ച് സെൻറ്ററിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മുട്ടുസൂചി വെച്ചിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ കുത്തി കൊടുക്കട്ടോ. അപ്പോൾ നല്ല തുണിയുടെ നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നെറ്റിയുടെ നല്ല വശം അതുപോലെ തന്നെ താഴെ കൊടുത്ത ബോർഡിൻ്റെ നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മളെ നെക്കിൻ്റെ ഈ ഒരു ആകൃതി വരുന്നത് വെച്ചാൽ ആ ഒരു ആകൃതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം നൂലുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഈ കോണിലേക്ക് എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഓരോ കോണിൻ്റെ അവിടെയും നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ. ഓരോ കോണിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ കുത്തി നിർത്തിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മുട്ട് സൂചിയൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓരോ കോണ് ഭാഗത്തും സ്റ്റിച്ചിൽ കൊള്ളാതെ സ്റ്റിച്ചിന് ചാരി ഓരോ കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഈ 3 കോണിലും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു നൈറ്റിയുടെ ഈ ഒരു ബിറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ പതിച്ച് തയ്ക്കാൻ. അപ്പോൾ ഇതിൻ്റെ അടിവശത്തുള്ള തുണിയൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവടെ തന്നെ വരണം. അതുപോലെ തന്നെ ഈ ഓരോ മൂലയിലെത്തുമ്പോഴും നമ്മൾ ആ ഒരു ആകൃതിയിൽ തന്നെ തയ്ച്ച് പോരട്ടോ. നമ്മൾ പതിച്ച് തയ്ക്കുകയാണെങ്കിലും ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഒരു ഫിനിഷായിട്ട് ആ ഒരു ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ തയ്ച്ച് പോരണം. അപ്പോൾ അതാ ഞാനിതുപോലെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലതാ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ഇഞ്ച് വീതിയിൽ നമ്മളെ നെക്ക് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ടാണ് ഇനി നമ്മൾ തയ്ക്കേണ്ടത്. ഇതുപോലെ നമ്മളെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കുക. ഇവിടെ ഈ ഒരു മൂലയിൽ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ആ ഒരു ആകൃതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം. എന്നാലുള്ള നെക്കിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നെക്കൊക്കെ തയ്ക്കുമ്പോൾ സാവകാശം തയ്ക്കാൻ ശ്രദ്ധിക്കട്ടോ. കാരണം നമുക്ക് ഒന്ന് പാളിപ്പോയാൽ നമ്മളെ നെക്കൊന്നും കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നല്ല ഫിനിഷായിട്ട് സാവകാശം തയ്ച്ച് പോരുക. അപ്പോൾ നമ്മളെ നെക്ക് ഇവിടെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ആണെങ്കിലും ലേസ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ ബോർഡ് ഫസ്റ്റ് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക. ഒരു ആകൃതിയിൽ എങ്ങനെയാണോ നമ്മൾ
കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ആകൃതിയിൽ തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ആണെങ്കിലും ലേസ് ആണെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ഈസിയാണ്. നമുക്കിതുപോലെ വെച്ചെടുത്താൽ മതി. നമുക്കിനി ഇത് മടക്കി കൊടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് കറക്റ്റ് ഒരു സ്റ്റിച്ചുമ്പോൾ തന്നെ തയ്ച്ച് പോരാ, കറക്റ്റ് ആകൃതിയും കിട്ടും. പിന്നെ ഈ മൂല ഭാഗത്തൊക്കെ നമുക്കൊന്ന് കട്ടിങ് കൊടുക്കുക. പൈപ്പിങ്ങിനൊരു കട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോണായിട്ട് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒന്ന് മടക്കി കൊടുത്താലും മതി. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു തുമ്പ് ഭാഗം ഒന്ന് അല്പം ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്താലും നമുക്ക് ആ ഒരു കോണാകൃതി അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് വെച്ചെടുക്കുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ഫൂട്ട് തന്നെ ഉപയോഗിച്ചിട്ട് വെച്ചെടുക്കുക. ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ഫൂട്ട് വേണമെന്നില്ല, നമ്മൾ സാധാ ഫൂട്ട് മതി. അപ്പോൾ കറക്റ്റ് ഈ ഒരു പൈപ്പിംഗ് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ബോർഡ് കാണാനും നല്ല ഫിനിഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ പൈപ്പിംഗ് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിത് കാണിച്ച് തരാം. കണ്ടില്ലേ, നമ്മളെ പൈപ്പിംഗ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ബോർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ആകൃതിയിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ആകൃതിയിലാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു ആകൃതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. കണ്ടില്ലേ, നമ്മളെ പൈപ്പിംഗ് കറക്റ്റായിട്ട് നമുക്ക് റൂളായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ മുന്നേയും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.